റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രതീക്ഷയില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. മുട്ടത്തറ ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ചു നൽകുന്ന പ്രത്യാശ ഫ്ളാറ്റിൽ അനർഹരെ തിരികെ കയറ്റിയെന്ന് ആരോപിച്ച് ഗുണഭോക്താക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വീടും സ്ഥലവുമുള്ള 10-ലധികം പേർക്കാണ് ഫ്ളാറ്റ് ലഭിച്ചത്. 2021 വീട് നഷ്ടപ്പെട്ട 20-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുമ്പോഴാണ് അനർഹർക്ക് ഫ്ളാറ്റ് ലഭിച്ചത്. മേളിൽ നിന്നൊക്കെ ഇവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ ഫിഷറീസുകാർ പറഞ്ഞിരിക്കുന്ന മറുപടി അവിടെ അപേക്ഷ കിട്ടിയിട്ടില്ലായിരുന്നു എന്നാണ്. പക്ഷേ വിവരാവകാശം കൊടുത്തതിൻ്റെ 8ാമത്തെ പേര് ഇവരുടെ പേരാണ്, വിൽസൺ. ഈ പേരിൻ്റെ താഴെ റെഡ് ഇങ്ക് ഇട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. 23 വില്ലേജിൽ നിന്ന് സാക്ഷ്യപത്രം ഉൾപ്പെടെ ഞങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്തു. 23 വീണ്ടും അപേക്ഷ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാണ്. പക്ഷേ അതും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു, അപേക്ഷ കൊടുത്തു. ഇതെല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ DLAC നമ്പർ ഇട്ട് വന്നു. എന്നിട്ടിപ്പോൾ കുറച്ച് പേരുടെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പോലും ഈ പേര് ഉൾപ്പെട്ടിട്ടില്ല. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഏറ്റവും സങ്കടകരമായ കാര്യമാണ്, വലിയ പരാതിയാണ് ഉയരുന്നത്. എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഈ കാര്യത്തിൽ 2023 ഈ 2021 വീട് നഷ്ടപ്പെട്ടവർക്കായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുട്ടത്തറയിൽ 400ഓളം ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കായിരുന്നു ഇതിന്റെ ചുമതല. അതിപ്പോൾ വരുന്ന 7-ാം തീയതി മുഖ്യമന്ത്രി ഈ ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറാനിരിക്കെയാണ് ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അതായത് 400 ഫ്ളാറ്റിൽ 332 ഫ്ളാറ്റുകളുടെ പണികളാണ് ഇപ്പോൾ പൂർത്തിയായത്. ബാക്കി 68 എണ്ണം 2ാം ഘട്ടത്തിൽ നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ 10-ലധികം ഫ്ളാറ്റുകൾ അനർഹർ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ള വലിയൊരു ആരോപണം ഉയർന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ലത്തീൻ കത്തോലിക്ക ഐക്യവേദി ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, പലർക്കും വീടുണ്ട്, മണ്ണും വീടും പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം ലഭിച്ചവരുണ്ട്, 10 ലക്ഷം രൂപ പൈസ കിട്ടിയവരുണ്ട്. കൃത്രിമമായി വാടക ചീട്ട് സംഘടിപ്പിച്ച് ഇത് 10-ലധികം ഫ്ളാറ്റുകളാണ് ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത്. ഇവർ ഈ വരുന്ന 7-ാം തീയതി മുഖ്യമന്ത്രിയിൽ നിന്നും താക്കോൽ കൈപ്പറ്റി വീട്ടിലേക്ക് ഈ ഫ്ളാറ്റിൽ കയറി താമസിപ്പിക്കുമ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഒട്ടനവധി ഗുണഭോക്താക്കൾ വാടക വീട്ടിൽ പ്രതിമാസ വാടകയായിട്ടുള്ള 5500 രൂപ കിട്ടാതെ ദുരിത ജീവിതം നയിക്കുമ്പോഴാണ് അനർഹരായിട്ടുള്ള പലരും ഈ ലിസ്റ്റിൽ കടന്നു കയറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നുള്ള ഒരു വലിയൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ അർഹരായവർ പുറത്തു നിൽക്കുമ്പോൾ അനർഹരായവർക്ക് ഫ്ളാറ്റ് ലഭിച്ചിരിക്കുന്നു. അതിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പരാതിയുമായി എത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.